കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെ പട്ടിയെ കണ്ടു ഭയന്നോടിയ കുട്ടി കിണറ്റിൽ വീണ് മരിച്ചു. സമീപത്തെ വീടിന്റെ ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് കുട്ടി വീണത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലൊടുവിലാണ് കുഞ്ഞിനെ കിണറ്റിൽ കണ്ടത്. 9 വയസ്സുള്ള ഫസലാണ് മരിച്ചത്. കണ്ണൂർ പാനൂരിലാണ് സംഭവം. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ്. ശരിക്കും എന്താണ് ഉണ്ടായത്? ഈ നായയെ കണ്ട് ഭയന്നോടി കുട്ടി പോവുകയായിരുന്നോ, അതോ കുഞ്ഞിനെ ആക്രമിക്കാൻ വന്നിരുന്നോ തെരുവുനായ? കുട്ടി കളിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ തെരുവുനായ ഈ കുട്ടിയെ ഓടിച്ചത്. ആ സമയത്ത് ഈ കൂട്ടുകാരും ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ തന്നെ പല വഴിക്കായി ഓടി. പിന്നീട് കൂട്ടുകാർ കരുതിയത് ഈ ഫസൽ വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്നതാണ്. അഞ്ചരക്കാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഫസൽ വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കി ഈ ഫസലിന്റെ വീട്ടുകാരടക്കം ഫസൽ എവിടെ പോയി എന്ന് അന്വേഷിച്ചു, കൂട്ടുകാരുമായി സംസാരിച്ചു. ആ സമയത്താണ് ഈ തെരുവുനായ ഓടിച്ച വിവരം അറിയുന്നത്. ആ സമയം വൈകുന്നേരമായി, 7 മണി സമയമായി. പിന്നീട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തന്നെ തെരച്ചിൽ നടത്തി. ആ തെരച്ചിൽ നടത്തുന്ന സമയത്താണ് ഈ കുട്ടിയെ ഈ നായ ഓടിച്ച സ്ഥലത്തിനടുത്തായുള്ള ആൾമറയില്ലാത്ത ഒരു കിണറ്റിനുള്ളിൽ കുട്ടിയെ കണ്ടെത്തിയത്. ഈ വീടിന് ഒരു പുതിയതായി നിർമ്മിക്കുന്ന വീടാണ്. ആ വീടിനോട് ചേർന്നത് ആൾമറ ഇല്ലാത്ത കിണറായിരുന്നു. അവിടേക്കാണ് കുട്ടി വീണത്. തുടർന്ന് കുട്ടിയെ നാട്ടുകാർ തന്നെ ഈ കിണറ്റിനുള്ളിൽ ഇറങ്ങി എടുത്തു. ആ സമയത്ത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ 5:30ക്കാണ് ഈ സംഭവം നടന്നത്. 8 മണിയോട് കൂടിയാണ് ഈ കിണറ്റിൽ നിന്നും കുട്ടിയെ പുറത്തെടുക്കുന്നത്. ആ സമയത്തേക്കും കുട്ടി മരണം സംഭവിച്ചിരുന്നത്. ഏതായാലും ദാരുണമായ ഒരു അപകടമാണ്. പ്രത്യേകിച്ചും ഈ പാനൂരടക്കമുള്ള പ്രദേശത്ത് നേരത്തെയും തെരുവുനായ ശല്യം അതിരൂക്ഷമായി നിലനിന്നിരുന്നു. മാത്രമല്ല ഈ പാനൂർ മേഖലയിൽ ഈ കുട്ടികളെ വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കുട്ടികളെ അടക്കം തെരുവുനായ കടിക്കുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ മേഖലയിലാണ് ഈ സംഭവം നടന്നത്. 9 വയസ്സ് മാത്രമാണ് പ്രായം. 4ാം ക്ലാസ്സുകാരനാണ്. മുഹമ്മദ് ഫസലാണ് ഈ പറയുന്ന തെരുവുനായ ഓടിച്ച് കിണറ്റിൽ വീണ്. ഈ അപകടം നടക്കുന്ന സമയത്തും ഈ കൂട്ടുകാരെല്ലാം കൂടെ ഉണ്ടായിരുന്നോ ഫെലിക്സ്? ഈ കൂട്ടുകാരുമൊത്ത് കളിച്ചതിന് ശേഷം വീട്ടിലേക്കും ഈ കൂട്ടുകാർക്കൊപ്പം മടങ്ങുന്ന വഴിക്കാണ് തെരുവുനായ ഓടിച്ചത്. ആ സമയത്ത് ഫസലിനൊപ്പം കൂട്ടുകാരും ഉണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ പല വഴിക്കായി ഓടി. ഫസലിനെ കണ്ടില്ല. ഫസൽ ഒരു പക്ഷെ വീട്ടിലെത്തിയേക്കാമെന്ന് കൂട്ടുകാർ കരുതി. പക്ഷെ ഫെലിക്സിലേക്ക് ഞാൻ തിരിച്ചു വരാം.